എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും തന്നെ നാടൻ ഒഴിച്ചുകറിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ വീട്ടിലെ നിത്യമുള്ള കുമ്പളങ്ങയും മാങ്ങയും ഒക്കെ വെച്ചിട്ടാണ്. നല്ല സ്വാദുള്ളൊരു കറിയാണ്. ഇനിയിപ്പോൾ ഈ ഒരു നോൻപ് കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറി കൂടിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കറിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. നാടൻ ഒഴിച്ചുകറി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു 4 പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 കിലോ അളവിൽ കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ ഇതുപോലൊരു കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് കുമ്പളങ്ങ കഷ്ണങ്ങൾ ചേർക്കാം. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളിലേക്ക് 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. കഷ്ണങ്ങളൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. കഷ്ണങ്ങൾ തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇതുപോലൊരു ചെറിയ മാങ്ങ ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കാം. കഷ്ണങ്ങൾ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും അടിച്ചേർത്ത് ഇളക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ കാണിച്ച മാങ്ങ കഷ്ണങ്ങൾ കട്ട് ചെയ്ത് ചേർക്കാം. മാങ്ങ കഷ്ണങ്ങൾ കൂടി ചേർത്തിട്ട് ഇതൊന്ന് തിളച്ച് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. തിളച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കഷ്ണങ്ങൾ വെന്ത് വരാനായിട്ട് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. മാങ്ങയും കൂടി ചേർത്തിട്ട് കഷ്ണങ്ങൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരു 3 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ചെടുത്ത കഷ്ണങ്ങളൊന്ന് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങയും മാങ്ങയും ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നാളികേരക്കൂട്ടൊന്ന് അരച്ച് ചേർക്കാം. ഒരു നാളികേരക്കൂട്ടൊന്ന് അരച്ചെടുക്കണം. അരമുറി നാളികേരവും ഒരു 5 അല്ലി കൊച്ചുള്ളിയും ഒരു വെളുത്തുള്ളി അല്ലിയും ഒരു നുള്ളു നല്ല ജീരകവും കൂടി ചേർത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം. നാളികേരം നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെന്ത് വന്നിട്ടില്ല കഷ്ണങ്ങളിലേക്കാണ് നാളികേരക്കൂട്ട് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴിയിട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ കറി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു താളിപ്പ് കൂടെ ഇതിലേക്ക് ചേർക്കണം. ഇപ്പോൾ കറി ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അടുപ്പിൽ നിന്ന് കറി ഒന്ന് മാറ്റാം. ഇനി നമ്മുടെ കറിക്കൊരു താളിപ്പ് കൂടെ ചെയ്തെടുക്കണം. ഇതിനായിട്ടൊരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ താളിപ്പ് ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. കടുക് ഇപ്പോൾ കൂട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടുകിലേക്ക് ഒരു നുള്ളു ഉലുവ കൂടെ ചേർക്കാം. ഉലുവയും കടുകും ഒന്ന് പൊട്ടി വരട്ടെ. ഉലുവയും കടുകും പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 കൊച്ചുള്ളി കട്ട് ചെയ്തിട്ട് ചേർക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. കറിവേപ്പില ചേർക്കാം. ഇതെല്ലാം കൂട്ടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിവേപ്പിലയും കൊച്ചുള്ളിയൊക്കെ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 വറ്റൽ മുളകും കൂടി ചേർത്തിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്കാണ് ഈ ഒരു താളിപ്പ് ചേർക്കേണ്ടത്. താളിപ്പ് ചേർക്കുവാണ്. പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. ഇന്ന് തുറന്ന് നോക്കുവാണ്. അപ്പോൾ കണ്ടല്ലോ എത്ര എളുപ്പത്തിലാണ് ഇതുപോലൊരു തനി നാടൻ ഒഴിച്ചുകറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. കഴിക്കാൻ വളരെ രുചിയാണ്, അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതുവരെയും ഇതുപോലൊരു ഒഴിച്ചുകറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.